എല്ലാ യൂട്യൂബ് എടുത്തു നോക്കുക, എല്ലാ ടിക്ടോക്കിൽ എടുത്തു നോക്കുക, എല്ലാ യൂട്യൂബ് ഷോർട്ടുകൾ എടുത്തു നോക്കുക, അതിലൊക്കെ ഓരോരോ ദിക്റുകൾ ഉണ്ടാവും. ഇതൊക്കെ ഓതാൻ നിന്നാൽ പഠിക്കാൻ നേരം ഉണ്ടാവില്ല, സ്കൂളിൽ പോകാൻ നേരം ഉണ്ടാവില്ല, കോളേജിൽ പോകാൻ നേരം ഉണ്ടാവില്ല, കുടുംബക്കാരെ വന്ന് കാണുമ്പോൾ ചിരിക്കാൻ നേരം ഉണ്ടാവില്ല, ഗസ്റ്റിനെ സ്വീകരിക്കാൻ പറ്റില്ല. ഇത് ചൊല്ലി തീരണ്ടേ? പ്രയോറിറ്റൈസ് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, ആധികാരികതയില്ലാത്ത കുറേ കിതാബിലുണ്ട് എന്ന് പറയുന്ന ആ കിതാബിൽ ഇപ്പം പല ആളുകൾ ഈ വാട്സപ്പിൽ ഇങ്ങനെ എഴുതി വരും, അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, ഞാൻ നബി തങ്ങൾ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞ് ഹദീസ് നടിയിൽ. പക്ഷെ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു എന്നത് ഉറപ്പന്നെയാണോ? ഏത് ഹദീസ് പണ്ഡിതനാണ് ഇതിനെ റിപ്പോർട്ട് ചെയ്തത്? അതോടെ കൊടുക്കൂല. ഇത് എവിടെ ഉണ്ട് ഹദീസ്? ആ ഹദീസ് സ്വഹീഹ് തന്നെയാണോ, മൗദൂ ആണോ, വേറെ ഏതെങ്കിലും കുഴപ്പങ്ങളുള്ള ഹദീസാണോ, ദുർബലമാണോ, എന്താണ് ആ ഹദീസിൻ്റെ വകുപ്പ് എന്നറിയാതെ അങ്ങനെ ആളുകൾ എന്തെങ്കിലും അങ്ങനെ എഴുതിവിടും. ഇപ്പം ചിലതൊക്കെ അടിസ്ഥാനമില്ലാത്ത വിഷയങ്ങളായിരിക്കും. പിന്നെ ഇപ്പോൾ ദിക്റല്ലേ, അള്ളാഹിനെ കുറിച്ച് ഓർക്കല്ലേ, കൂലി കിട്ടും. പക്ഷെ ആ ഹദീസാവണമെന്നില്ല, ആധികാരികത ഉള്ളതാവണം. ആധികാരികമായി വന്ന എത്രയോ ഹദീസുകൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനുണ്ട്. അതൊന്നും നമ്മൾ കാണാതെ പോയിട്ട് അല്ലാത്തതിലേക്ക് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് നഷ്ടപ്പെടും. മുൻഗണനാക്രമങ്ങളുണ്ട്. മുൻഗണനാക്രമം ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഓടിയെത്തൂല. നമ്മൾ ഓടിയെത്താൻ കഴിയില്ല. അദ്കാറുകളുടെ ലോകം അങ്ങനെയാണ്. ചിലരൊക്കെ വെറുതെങ്കിലും ആളുകൾ എന്തെങ്കിലും കണ്ണേറുണ്ട് അല്ലെങ്കിൽ സിഹറാണെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാ രാത്രിയും ഒരു 15 അൽബക്കർ ഓതനട്ടോ. റഹ്മാനായ റബ്ബേ, എന്ത് ചെയ്യൂ ഈ മനുഷ്യൻ? ഒരു അൽബക്കറൊക്കെ വേണം മിനിമം 2-2.5 മണിക്കൂർ. അല്ലെങ്കിൽ ഡെയിലി അൽബക്കറ ഓതി തീർക്കണം. കഴിയൂല. ചിലപ്പോൾ മനുഷ്യൻ തളർന്നു പോകൂലേ? പിന്നെ പറയും 33 യാസീനോ ഓതണം ഉറങ്ങേണ്ട മുമ്പ് എന്ന്. യാ റബ്ബി, മനുഷ്യൻ പിന്നെ എപ്പോഴാണ് ഉറങ്ങുക? ഇങ്ങനെ ആളുകളെ ലോക്ക് ചെയ്യും ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. ആളുകൾക്ക് എല്ലിമുന്നാസ് അലാ ഖദ്രി ഉഖൂലിഹിം, ജനങ്ങൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതേ ജനങ്ങളോട് പറയാവൂന്നാണ് ഒന്ന്. പിന്നെ ദീനിനെ ഭാരമാക്കി കൊടുക്കരുതെന്നുണ്ട്. അത് ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് പറഞ്ഞു കൊടുക്കുക. എന്നും കിടന്നുറങ്ങേണ്ട മുമ്പ് 1500 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ചിലപ്പോൾ പറ്റിയേക്കാം, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. നാരി സ്വലാത്തൊരു 4444 ഒരു രാത്രിനെ പൂർത്തിയാക്കണം എന്നൊക്കെ പറഞ്ഞാൽ എവിടെ നടക്കാനാണ്? അങ്ങനെ ഒഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ. ജോലിക്കും പണിക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയാസമാണ്. എന്ന് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദീനിനെ വല്ലാണ്ടങ്ങോട്ട് മുറുക്കി പിടിച്ചാൽ ദീൻ നിങ്ങളെ ചവിട്ടിത്താഴ്ത്തുകയും നിങ്ങൾക്ക് മീതെ ദീൻ അതിജയിക്കുകയും നിങ്ങൾ തോറ്റുപോവുകയും ചെയ്യും എന്നാണ് അതിനർത്ഥം. നമുക്ക് പൊക്കാൻ പറ്റുന്നൊരു സംഗതി ഉണ്ട്. ആ ബാലൻസ് കീപ്പ് ചെയ്യൽ ദീനിൽ വലിയൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ. എല്ലാം കൂടെ കൊണ്ടുനടക്കാൻ മനുഷ്യന്മാർക്ക് കഴിയില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കേഷനലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളുണ്ടാവും. ഇത് എന്നും ഡെയിലി കൊണ്ടുനടക്കാൻ പ്രയാസമായിരിക്കും. നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു എമൗണ്ടേ എടുക്കാൻ പാടുള്ളൂ. ഭാര്യ നിസ്കാരം കൊണ്ട് നിസ്കാരമാണ്, ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നില്ല, ചായ കൊടുക്കാനും പറ്റില്ല, ഒരു മുസല്ലി നേടിയിട്ട് വേണ്ടേ? അങ്ങനെ ആയിപ്പോയാൽ ജീവിതത്തിൻ്റെ വലിയ ഒരു ധർമ്മം തൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ കഴിയാതെ, വലിയ കൂലിയുള്ള കാര്യം തൻ്റെ ഭർത്താവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇവിടെ സ്വലാത്തും ദിക്റും കഴിഞ്ഞിട്ട് വേണ്ടേ? അങ്ങനെ ആയിപ്പോവരുത്. മാതാപിതാക്കളെ നോക്കാൻ പറ്റുന്നില്ല, മക്കളൊന്നും സ്കൂളിലേക്ക് പറഞ്ഞേക്കാൻ പറ്റുന്നില്ല, മദ്രസക്ക് ഒരുക്കാൻ പറ്റുന്നില്ല, എന്തേ? ഉമ്മാനെ ദിക്റും സ്വലാത്തും കഴിഞ്ഞിട്ട് കിട്ടണ്ടേ? അങ്ങനെ ആയിപ്പോവരുത്. മക്കളെ നോക്കുന്നതും കൂലിയുള്ള കാര്യമാണ്, ഭർത്താവിനെ നോക്കുന്നതും കൂലിയാണ്, അതിഥികളെ സൽക്കരിക്കുന്നത് കൂലിയുള്ള കാര്യമാണ്. അങ്ങനെ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യണം, ബാലൻസ് കൊണ്ട് നടക്കണം. ഏറ്റിയാൽ പൊങ്ങാത്തത് തലയിലെടുത്ത് വെച്ചാൽ നിങ്ങൾ തോറ്റുപോവുകയും ദീൻ അതിജയിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.